നൗഷിയ, മനസ്സിലായായിരുന്നു? അല്ല, ഞാനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ചിരിച്ചോണ്ടിരുന്നത്? ഞങ്ങളും കൂടി കേൾക്കട്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും മാത്രം ചിരിച്ചാൽ മതി. ക്ലാസ്സിലുള്ള ഇത്രയും പിള്ളേരില്ലേ, അവരെല്ലാരും കൂടി ഒന്ന് ചിരിക്കട്ടേന്ന്. എന്താണ് ഇത്ര കോമഡി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയണ്ടേ? എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഇത്ര നേരം? മാത്രം ഇങ്ങനെ കേട്ട് ബോറടിച്ചിരിക്കണല്ലേ? ഒരു പറഞ്ഞ കോമഡി എല്ലാവരും കേൾക്കട്ടെ. എന്താ പറഞ്ഞത്? ഒശത്തി പറ. ക്ലാസ്സിൽ ഈച്ച് ആൻഡ് എവറി വൺ ഷുഡ് ഹിയർ. എല്ലാവരും കേൾക്കണം. അവിടെ തന്നെ യൂണിഫോം. ഇതാണ് സ്കൂളിന്റെ റൂൾ അനുസരിച്ചുള്ള യൂണിഫോം. ഇങ്ങനെയാണോ തന്നോട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞണം? ഊര് എത്ര പെട്ടെന്ന് ഊരി കെട്ടിക്കോ. ചെല്. തൻ്റെ തോന്നിവാസത്തിന് ഡ്രസ്സ് ചെയ്യുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, മറ്റുള്ള പിള്ളേരെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക. അല്ല, എന്താ ഉദ്ദേശം? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തോന്നിവാസം ചെയ്തു വരുന്നത്? മുടി പ്രോപ്പറായിട്ട് കെട്ടിയിട്ടില്ല, യൂണിഫോം പ്രോപ്പർ അല്ല, പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ലാസ്റ്റ് എടുത്ത് ഞാൻ എടുത്ത ടോപ്പിക് ഏതാ അറിയാമോ? ഇല്ല, ഒന്നും അറിയില്ല. പിന്നെ എന്തിനാണ് എഴുന്നള്ളി വരുന്നത്? വീട്ടിലുള്ള അച്ഛൻ അമ്മക്കും നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വിടും കുറെ എണ്ണത്തിന്. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഈ ക്ലാസ്സിൽ. വെറുതെ മറ്റുള്ള പഠിക്കാൻ പിള്ളേരെ ടൈം കളയാൻ വേണ്ടിയിട്ട്. അച്ഛനമ്മക്ക് സമയമില്ല നോക്കാൻ മക്കളെ. അപ്പൊ എഴുന്നള്ളി ഇങ്ങോട്ട് വിടണമല്ലോ. പഠിക്കയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കയില്ല. സോ നാളെ അമ്മേനെ വിളിച്ചിങ്ങോട്ട് കയറി വന്നാൽ മതി. എനിക്ക് പറ്റില്ല ഇങ്ങനത്തെ പിള്ളേരെ ടോളറേറ്റ് ചെയ്യാൻ. നാളെ അമ്മേനെ വിളിച്ചിങ്ങോട്ട് വന്നാൽ മതി. അമ്മേനായിട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിർത്തിക്കോ. ടീസി വാങ്ങിച്ച് വേറെ സ്കൂളിൽ പോയിക്കോ. എനിക്ക് പറ്റില്ല. എന്താ ഇത്? എന്ത് തോന്നിവാസവും കാണിക്കാന്നാണോ ക്ലാസ്സിൽ കിടന്നിട്ട്? കൊള്ളാലോ.